LDF യോഗത്തിന് ശേഷം കൺവീനർ TP രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയാണ്. പങ്കെടുത്തിട്ടുണ്ട്. മാർച്ച് 17-ാം തീയതി രാവിലെ 11 മണി മുതൽ തിരുവനന്തപുരത്ത് രാജ്ഭവന് മുമ്പിലേക്കും മറ്റ് ജില്ലകളിൽ അസംബ്ലി മണ്ഡലാടിസ്ഥാനത്തിലും ജനങ്ങളുടെ വലിയ തോതിലുള്ള മാർച്ചും ധർണയും ഈ കേന്ദ്ര നയത്തിനെതിരായി സംഘടിപ്പിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മുടെ സമൂഹത്തിൽ ലഹരി പദാർത്ഥങ്ങളുടെ സ്വാധീനം വലിയ തോതിൽ കൂടി വരികയാണ്. മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും നമ്മുടെ യുവതലമുറയെ വല്ലാതെ തകർത്ത് കളയുന്നുണ്ട്. ഈ അപകടകരമായ നീക്കത്തെ തടയാൻ ജനങ്ങളിൽ വലിയ തോതിലുള്ള ബോധവൽക്കരണം അത്യാവശ്യമാണ്. ഇപ്പം ലഹരി ഉപയോഗത്തിനെതിരായി, മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരായി കേരള വ്യാപകമായി വമ്പിച്ച ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ നാട് നേരിടുന്ന മറ്റൊരു മുഖ്യമായ പ്രശ്നം കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി കടലും വനവും ഖനനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. മണൽ ഖനനം എന്ന പേരിൽ കടലിലെ എണ്ണമറ്റ ധാതുക്കളും വനമേഖലയിൽ കാണുന്ന ധാതുക്കളും കരിങ്കൽ ഉൾപ്പെടെയുള്ള മറ്റ് വസ്തുക്കളും ഖനനം ചെയ്തെടുക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് കോർപ്പറേറ്റുകൾക്ക് അനുവാദം നൽകുകയാണ്. ഇത് നമ്മുടെ നാടിന്റെ ഭദ്രതയെ തകർക്കും, നമ്മുടെ നാടിന്റെ സ്വൈരജീവിതത്തെ തകർക്കും. കടലോര മേഖലയിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾ മത്സ്യസമ്പത്തിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇവിടെ തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം എന്നീ ജില്ലകളിലെ കടൽ മേഖലയിൽ വൻതോതിൽ ഖനനം ചെയ്യുന്നതിന് ആവശ്യമായ LDF യോഗത്തിന് ശേഷം കൺവീനർ TP രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. വിവിധ വിഷയങ്ങളിലുള്ള LDFന്റെ സമര പരിപാടികളെക്കുറിച്ചുള്ള വിശദീകരണമാണ് കൺവീനർ നടത്തിക്കൊണ്ടിരിക്കുന്നത്.